കോഴിക്കോട് വടകര ചേറോട് ദേശീയപാതയിൽ അപകടം നടന്ന് 10 മാസം കഴിഞ്ഞിട്ടും അപകടമുണ്ടാക്കിയ കാർ കണ്ടെത്താനായില്ല. അപകടത്തിൽ ഒരാൾ മരിക്കുകയും 9 വയസ്സുകാരിക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റ കുട്ടിയുടെ ചികിത്സയ്ക്ക് പണമില്ലാതെ നട്ടം തിരിയുകയാണ് ഈ നിർധന കുടുംബം. ഫെബ്രുവരി 17 രാത്രിയിലായിരുന്നു വടകര ചോറോട് വെച്ച് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന 9 വയസ്സുകാരി തൃഷാനയെയും മുത്തശ്ശിയെയും അമ്മയുടെ കൺമുന്നിൽ വെച്ച് കാറിടിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മുത്തശ്ശി മരണപ്പെട്ടിരുന്നു. അമ്മയും മോളും മുന്നിൽ കടന്നത്, ഞാനും ഇളയ മോളും വേക്കിലുള്ള. അമ്മയും മുന്നിൽ കടന്ന് റോഡിന്റെ നടുവിലെത്തിയിട്ടുള്ള അത്രയും അങ്ങനെ ഒരു മിന്നൽ പോലെ കാറ് വന്നു പോലും തെറിപ്പിക്കലെല്ലാം കഴിഞ്ഞു. എൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ആൾക്കാരെല്ലാം ഓടിക്കൂടി വന്നത്. മോള് നടു റോഡുമ്പിൽ അമ്മ തെറിച്ചിട്ട് ഇപ്പുറത്തേക്ക് വീണത്. രണ്ട് ആൾക്കാർ വന്ന് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത്. പിന്നെ കാറ് പിന്നെ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ, അത്രയും പോയിന്. കാറിൻ്റെ വെള്ളക്കാറെന്ന് മാത്രമേ എനിക്ക് ഓർമ്മ കണ്ടിട്ടുള്ളൂ. നമ്പറോ അങ്ങനത്തൊന്നും നോക്കേണ്ട സിറ്റുവേഷനിലല്ലല്ലോ ഉള്ളത്. എന്തായാലും കാറ് കിട്ടിയാൽ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ ഉള്ളൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്. വേറൊരു സാമ്പത്തിക ശേഷിയൊന്നുമില്ല. കോമാവസ്ഥയിലായ മകൾക്കൊപ്പം കണ്ണിമ ചിമ്മാതെ രാവും പകലും കൂട്ടിരിക്കുകയാണ് ഈ അമ്മ. ഡോക്ടർമാർ പറയുന്ന സമയം എന്തായാലും എടുക്കും. അതിപ്പോൾ ഒരു കൊല്ലം എത്ര കൊല്ലം എന്ന് പറയാൻ പറ്റൂല. എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ആവുന്നാ പറയുന്നത്. ഷോക്കായതുകൊണ്ട് ആ ഷോക്ക് മാറി കിട്ടാൻ താമസം പിടിക്കുന്ന ഡോക്ടർ പറഞ്ഞ. അതുകൊണ്ട് അവള് പേടിച്ചു പോയതല്ലേ. പേടിച്ചു പോയതും തലക്കടി കിട്ടിയതും അപ്പോൾ ആ ഷോക്ക് ഉണർന്നു വരികയും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. ഓക്ക് എന്തെന്നാ വേണ്ടുന്നത്, ഓൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഓക്ക് അറിയുന്ന ആൾക്കാരെ കൂറ്റുകൾ, അങ്ങനെ എല്ലാവരും അറിയുന്ന ആൾക്കാർ ഓളെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ഓളെ ഇതാക്കിക്കൊണ്ടുവരും. വീട്ടിലെത്തിയാൽ തുടർ ചികിത്സയ്ക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച ധനസഹായങ്ങളെല്ലാം കടലാസിലൊതുങ്ങി. ഒരു സർക്കാർ സഹായവും ഇന്നുവരെ ഈ നിർധന കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇനിയെങ്കിലും അത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ആരോഗ്യമന്ത്രി എന്ന ന്യൂസ് കണ്ടപാട് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിനെ പറ്റിയൊന്നും അവരാരും അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സംഭവം നടന്ന മാസങ്ങൾ പിന്നിടുമ്പോഴും ഇടിച്ച കാറിനെ കുറിച്ച് യാതൊരു വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. ഒരു വെള്ളക്കാറാണ് ഇടിച്ചതെന്ന് മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്ന ഏക വിവരം. ഒന്നും രണ്ടുമല്ല, 10 മാസമായ ഒരു കുഞ്ഞ് മരണത്തോട് മല്ലടിച്ച് ഈ ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. മെച്ചപ്പെട്ട ചികിത്സ നൽകിയാൽ ആ കുഞ്ഞിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആ കുടുംബം. അതിനാദ്യം വേണ്ടത് ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കുക എന്നതാണ്. മാത്രമല്ല, ആ വെളുത്തകാർ, കുഞ്ഞിനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ആ വെളുത്തകാർ കണ്ടെത്തുക എന്നതാണ്. എങ്കിൽ മാത്രമേ ഈ കുടുംബത്തിന് നീതി ലഭിക്കൂ. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സലനൊപ്പം അനഘ ഹർഷൻ, ജനം.